നമ്മള് തിയേറ്റർ വിസിറ്റിന് പോയപ്പോ ഞാൻ മുമ്പും പറഞ്ഞിട്ട് അതുപോലെ അവസ്ഥ ഒന്നും ഒരു മനുഷ്യനും ശത്രുവിന് പോലും വരരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങള് ഒരു തിയേറ്ററിൽ നിന്ന് വേറെ തിയേറ്ററിലോട്ട് പോവുക. നമ്മൾ ആക്ച്വലി ബുക്കിംഗ് ഒക്കെ അങ്ങനെ നോക്കിയിട്ടൊക്കെ തന്നെയാണ് പോവുക, ആളുണ്ടല്ലോ നോക്കിയിട്ട്. അപ്പോൾ ടൈം ഇനിയും ഉണ്ടായിരുന്നു കയ്യില്. പോണ വഴിക്ക് ഇവിടെ കൂടി കയറാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നും നോക്കാതെ ഒരു തിയേറ്ററിൽ കയറി ചെന്നു. തിയേറ്ററിൽ കയറി ചെന്ന് അവിടുത്തെ കൗണ്ടറിൽ ഞാനാണ് ആദ്യം പോയി നിന്നിട്ട് പടം വിട്ടോ എന്ന് ചോദിച്ചു. അത് ഏതാ പടം എന്ന് ചോദിച്ചു. ഭരതനാട്യം എന്ന് പറയും. ബാക്കിലാണ് എല്ലാവരും വരണേ. അപ്പൊ ഇത്ര മണിയുടെ ഷോ 3 മണി ഷോ ആളില്ലാതെ നടന്നില്ലേ സാർ? അയ്യോ, എന്റെ ബാക്കിൽ ഇപ്പൊ എല്ലാവരും എത്തില്ല ഇങ്ങോട്ടേക്ക്. അപ്പൊ നമ്മൾ ഡയറക്ടറാന്ന് പറയാൻ പോയിരുന്നില്ല. ഓക്കെ, പക്ഷെ ബാക്കിലെല്ലാവരും എത്തിയപ്പോ എനിക്ക് മനസ്സിലായപ്പോ ചേട്ടാ ഷോ ക്യാൻസലാണ്, ആളില്ലാണ്ട് നടന്നിട്ടില്ല പറഞ്ഞു. എല്ലാവർക്കും എന്താ ചെയ്യേണ്ടതല്ലേ. അപ്പൊ തോമസ് ചേട്ടൻ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ആളാ പ്രൊഡ്യൂസർ. അതിനിപ്പോ എന്താ കുഴപ്പമില്ല, എല്ലാവരും ഇരിക്കുന്നതുകൊണ്ട് എല്ലാവരും ക്യാൻറ്റീൻ എന്നൊക്കെ മേടിച്ച് എല്ലാവർക്കും ചായ ഒക്കെ മേടിച്ച് കൊടുത്തിട്ട് ഞങ്ങള് ചായ ഊതി. എന്ത് ദൈവമേ, ഇത് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനില്ല. അപ്പൊ ഫേസ് ടു ഫേസ് നോക്കാൻ തന്നെ ഒരു മടി. എന്താ പറയുന്നത്, എന്റെ കുറ്റം കുഴപ്പം കൊണ്ടാണോ പടം ഓടാതിരുന്നപ്പോ ഇവരൊക്കെ വിളിച്ചിട്ട് അഭിനയിപ്പിച്ച് തിയേറ്ററിലും കൊണ്ടുവന്ന ആളും ഇല്ല. എനിക്കും ഇവരെ ഫേസ് ചെയ്യാൻ മടിയായി. പിന്നെ അടുത്ത ഷോ ആവുന്ന വരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നോക്കുമ്പോ അതിന്റെ 14 ടിക്കറ്റ് ബുക്കിംഗ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ഫാമിലി 2 ഫാമിലി വരുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. നോക്കുമ്പോ തിയേറ്ററിലുള്ള കാണാനുള്ള ഓഡിയൻസിനൊക്കെ കൂടുതലുണ്ട്. ഞങ്ങൾ സ്ക്രീനിന്റെ അവിടെ സൈജോട്ടൊക്കെ പറഞ്ഞു. ഇപ്പൊ അവസ്ഥ മനസ്സിലായി കാണുമല്ലോ, പടം വർക്കായി എല്ലാവരോടും ഒക്കെ പറയും.